കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. അന്തഃപുരത്തിലെ ഒരു വാതിൽ. എഴുതിയത് വൈശാഖൻ. നിലാവിൽ തെളിഞ്ഞു കണ്ട ഒറ്റയടി പാതയിലൂടെ നടന്നകലുകയായിരുന്നു അവർ, മകനും ഭാര്യയും. ഏറെ നാൾ കാത്തിരുന്ന് വിവാഹിതരായ കാമുകിയും കാമുകനും. അവർക്ക് മുകളിൽ പൗർണമിയുടെ കനവൂർന്ന ആകാശം, താഴെ സ്വപ്നം കണ്ട് ചിരിക്കുന്ന ഭൂമി. നടന്നകലുന്ന അവരെ നോക്കിയിരുന്നപ്പോൾ അയാൾ അറിയാതെ ഒന്ന് ചിരിച്ചു. കണ്ണിൽ വാത്സല്യത്തിന്റെ ഈർപ്പം പൊടിഞ്ഞു. കൊള്ളാം, അവൻ തിരഞ്ഞെടുത്ത പെൺകുട്ടി അവന് യോജിച്ചവൾ തന്നെ. പാവം പെൺകുട്ടി, എത്ര കാലം കാത്തിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ കാൽ തൊട്ടു വണങ്ങി അനുഗ്രഹം വാങ്ങി കതിർ മണ്ഡപത്തിൽ കാലുകുത്താൻ മോഹിച്ചവരാണവർ. പാവം കുട്ടികൾ, അവരുടെ മനസ്സ് കണ്ടറിഞ്ഞ് എല്ലാം നടത്തി കൊടുക്കേണ്ടതായിരുന്നു. സ്വന്തം ശവകുടീരത്തിനുമേൽ കുത്തിയിരുന്ന് വിഷാദിക്കേണ്ടി വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്കതിന് കഴിയാതെ പോയത്? അവൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് കാര്യമായ എതിർപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. 3 അടി അകലെ ഉയർന്ന പുതിയ ശവകുടീരത്തിലേക്ക് അയാൾ അറിയാതെ നോക്കി. അത് പണിതീർന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുമേൽ ചാർത്തിയിരിക്കുന്ന പൂമാലയുടെ സൗരഭ്യം കാറ്റിൽ പരക്കുന്നുണ്ട്. അയാൾ ഓർത്തു, മകൻ അമ്മയോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അച്ഛന്റെ അന്ത്യവിശ്രമ സ്ഥാനത്തിന് തൊട്ടടുത്ത് തന്നെ അമ്മയുടെ കുടീരവും പണി കഴിപ്പിച്ചത്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കി വെച്ച കയ്പെല്ലാം അവർ തങ്ങളുടെ സ്നേഹത്തിൽ ചാലിച്ച് മധുരമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ അച്ഛന്റെ ശവകുടീരത്തിൽ അവനും അമ്മയുടെ ഓർമ്മയ്ക്കുമേൽ അവളും മാല ചാർത്തിയത്. അവൻ അച്ഛനെപ്പോലെ തന്നെ സെന്റിമെന്റലാണ്. ഈ പൗർണമി രാത്രിയിൽ എല്ലാം മറന്ന് നിർവൃതിയിൽ മുഴുകേണ്ട നിമിഷങ്ങളിൽ നവവധുവിനെയും കൂട്ടി ശവകുടീരങ്ങൾ തേടി വന്നിരിക്കുന്നു. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ശവകുടീരങ്ങൾ തന്നെ ആരെങ്കിലും പണിയുമോ? പെട്ടെന്ന് ഒരു വെളിപാട് പോലെ അയാൾക്ക് തോന്നി. ഈ ശവകുടീരങ്ങൾ പണ്ട് നിർമ്മിക്കപ്പെട്ടതല്ലേ മനസ്സിനുള്ളിൽ? ആരുടെ മനസ്സിലാണ് ഇവ ആദ്യം നിർമ്മിക്കപ്പെട്ടത്? എന്റെ മനസ്സിലോ അതോ അവളുടെ മനസ്സിലോ? രണ്ടും ശരിയല്ല. ഞങ്ങളുടെ മകൻ അവന്റെ മനസ്സിൽ എത്രയോ മുമ്പ് തന്നെ ഈ ശവകുടീരങ്ങൾ പണിതീർത്ത് കഴിഞ്ഞിരിക്കും. അയാൾക്ക് കുറ്റബോധം കൊണ്ട് നെഞ്ച് വിങ്ങുന്നത് പോലെ തോന്നി. അടുത്ത ശവകുടീരത്തിന്റെ നേരെ നോക്കിയപ്പോൾ വിങ്ങൽ വർദ്ധിച്ചു. മനസ്സ് പറഞ്ഞു, നീ കടുംപിടുത്തം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുത്തേനെ. നിനക്ക് ജീവിതം മുഴുവൻ പരിഭവവും പരാതിയുമായിരുന്നല്ലോ. മനോഹരമായിരിക്കേണ്ട ദിവസങ്ങളിലെല്ലാം നീ ചാരനിറം പൂശി അലങ്കോലമാക്കി. കാരണമൊന്നുമില്ലാതെ കണ്ണീരൊഴുക്കി. നമ്മുടെ മകന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാതെ പോയത് നിന്റെ എതിർപ്പ് കൊണ്ട് മാത്രമായിരുന്നു. ഒരു കുറവുമില്ലാതിരുന്ന ആ പെൺകുട്ടിക്ക് നീ നോക്കിയപ്പോൾ 1000 കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. സമ്മതിച്ചു. വരാനുള്ളതിനെക്കുറിച്ച് എനിക്ക് തീരെ ചിന്തയില്ലെന്നായിരുന്നല്ലോ നിന്റെ പരാതി. ഇനി ആ പരാതി നീ പറയില്ല. കാരണം നമ്മൾ വെറും ചിന്ത മാത്രമായിരിക്കുന്നു, മനസ്സ് മാത്രമായിരിക്കുന്നു. കാലം കളിച്ചുമടുത്ത് വലിച്ചെറിഞ്ഞ 2 പഴയ മനസ്സുകൾ. അയാൾ പ്രത്യാശയോടെ നോക്കിയിരുന്നു. ആകാശവും ഭൂമിയും പൗർണമിയുടെ ലഹരിയിൽ മയങ്ങുന്ന ഈ രാത്രി ഒരുമിച്ചിരിക്കാനായി അവൾ ഇറങ്ങി വരില്ലേ? കഴിഞ്ഞ പൗർണമി നാളും ഇതുപോലെ തന്നെ ഏറെ നേരം കാത്തിരുന്നതാണ്. അവൾ വന്നില്ല. വല്ലാത്തൊരു പരിഭവക്കാരി തന്നെ. മരിക്കുന്നതിന് മുമ്പ് ദിവസവും വന്നിരുന്ന് അല്പം കണ്ണീർ തൂകുമായിരുന്നു. പോക്കുവെയിലിൽ തിളങ്ങുന്ന കവിളിലെ കണ്ണീർ തുടയ്ക്കണമെന്ന് അടക്കാനാവാത്ത മോഹം തോന്നിയിരുന്നു. പക്ഷേ 2 ലോകങ്ങളുടെ പരിമിതി നമുക്കിടയിൽ മറയായി നിന്നിരുന്നല്ലോ. ഇനിയിപ്പോ അതില്ല. അവൾ ഇറങ്ങി വരട്ടെ, അപ്പോൾ ചോദിക്കണം. നീ കണ്ടോ എന്റെ മോൻ എങ്ങനെയുള്ളവനാണെന്ന്? അവന് നിന്നെ വെറുക്കാൻ കഴിയുമോ? അമ്മ അവന് എന്നും ഒരു ദുർബലതയായിരുന്നു. നീ അവനെ വേദനിപ്പിച്ചെങ്കിലും അവൻ വിരോധം ഭാവിക്കാൻ അശക്തനാണ്. പാവം, മാല ചാർത്താനെത്തിയത് നീ കണ്ടില്ലേ? അവൾ മുഖം വീർപ്പിക്കും, തീർച്ച. കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പി അവൾ തേങ്ങും. അപ്പോൾ ആ മുഖം പിടിച്ച് നെഞ്ചിൽ ചേർക്കണം. ഇതുപോലെ എത്രയെത്ര രാത്രികൾ ഇതേ സ്ഥലത്ത് ചെലവഴിച്ചതാണ്. അന്നൊക്കെ ഇവിടെ ഇലഞ്ഞിയും കാഞ്ഞിരവും ഏഴിലമ്പാലയും പൂത്തു നിന്നിരുന്നു. നാഗദേവതയുടെ വിഗ്രഹം എല്ലാറ്റിനും സാക്ഷിയായിരുന്നു. പിന്നീട് മരങ്ങളെല്ലാം വെട്ടിവിറ്റു.
കാട് പോയപ്പോൾ സർപ്പവിഗ്രഹം വെറും കല്ലായി ചരിഞ്ഞ് മണ്ണടിഞ്ഞു. എല്ലാം ഓർത്തുകൊണ്ട് വീണ്ടും പുരയിടത്തിലേക്ക് നോക്കിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടുപോയി. പഴയ ഇലഞ്ഞി പൂത്തു നിൽക്കുന്നു. നിലാവിൽ പൂമഴ ചൊരിയുന്നു. പണ്ടേ വെട്ടിവിറ്റ കാഞ്ഞിരം ഇന്ദ്രനീലക്കല്ലുകൾ പതിച്ച ആഭരണങ്ങൾ അണിഞ്ഞ് ചിരിക്കുന്നു. ഏഴിലം പാലയുടെ പൂവണിഞ്ഞ ശിഖരങ്ങൾ ചന്ദ്രബിംബത്തിന്റെ കളങ്കം മായ്ക്കാൻ ഇളകിയാടുന്നു. എന്നാൽ അത്ര അനുഭവമൊന്നും എങ്ങും വായിച്ചറിഞ്ഞിട്ടില്ല. സ്ഥലകാലങ്ങൾക്ക് അർത്ഥമൊന്നും ഇല്ലാതായി തീർന്നത് കൊണ്ടാവാം എല്ലാം ഒന്ന് ഓർത്തതേയുള്ളൂ. പഴയ രംഗഭൂമി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനസ്സ് കാലത്തിന്റെ ചിത്രം തന്നിഷ്ടം പോലെ വരയ്ക്കുന്നു. ചിലപ്പോൾ മായ്ക്കുന്നു, വീണ്ടും വരയ്ക്കുന്നു. അയാൾ പണ്ടെന്നോ പാടിമറന്ന ഒരു പഴയ പ്രേമഗാനത്തിന്റെ ഈരടികൾ മൂളുവാൻ ശ്രമിച്ചു. പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ആ പാട്ട് അയാൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. നിലാവിൽ പൊഴിയുന്ന മഞ്ഞിൽ ആകാശത്തിന്റെ മൂളിപ്പാട്ട് അവിടെയാകെ നിറഞ്ഞു. ഇലഞ്ഞിയും കാഞ്ഞിരവും ഏഴിലം പാലയും മന്ത്രമധുരമായി ആ പാട്ട് ഏറ്റുപാടി തുടങ്ങി. ആ പാട്ടിൽ ലയിച്ചിരിക്കെ അയാൾ കണ്ടു, ഭാര്യ അടുത്ത ശവകുടീരത്തിന്മേൽ ഇരിക്കുന്നു. അവിടെ ചാർത്തിയിരുന്ന പൂമാലയെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി ഭംഗി ആസ്വദിക്കുന്നു. അയാൾ നോക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാവാം ആ പൂമുഖത്ത് പരിഭവം നിറഞ്ഞ ഒരു ചിരി പരന്നു. ആ കുട്ടിക്ക് ഇത്ര ഭംഗിയായി പൂമാല കെട്ടാൻ അറിയാമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. അത് ശരി, ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ നീ എല്ലാം അങ്ങ് സമ്മതിക്കുമായിരുന്നു അല്ലേ? ദേ, കുത്തുവാക്കൊന്നും പറയണ്ട. എത്ര ദിവസമായി ഞാൻ കാത്തു കിടക്കുന്നു. ഒന്ന് വിളിച്ചോ? അയാൾക്ക് ജാള്യത തോന്നി. അത് ശരിയാണല്ലോ എന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത്. മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു. പലതും മറന്നു പോകാറുണ്ട്. അവൾ താല്പര്യപൂർവ്വം വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ട എത്രയോ വസ്തുക്കൾ, എന്തിന് മരുന്ന് പോലും വാങ്ങാൻ മറന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം ഒരു നല്ല വാക്ക് പറയാൻ മറന്നുപോയ ദിവസങ്ങൾ കൂടിയുണ്ട്. അറിയാതെ എന്തെങ്കിലും ചിന്തയിൽ അങ്ങനെ മുഴുകിപ്പോകും. എന്താണ് ഇത്രയേറെ ചിന്തിച്ചിരുന്നത്? ഈ ചിന്തയും മറവിയുമായിരുന്നോ ജീവിതകാലം മുഴുവൻ അവൾക്ക് പരിഭവത്തിന് കാരണമായി തീർന്നത്? ചോദിക്കണം. പിന്നെ എന്തെല്ലാം ചോദിക്കാൻ കിടക്കുന്നു? മിക്കതും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. എന്നാലും ചോദിക്കണം. നേരിട്ട് കണ്ടറിയാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ മടി കാരണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മൃതിയുടെ സുഖശീതള നിദ്രയിൽ അങ്ങനെ കിടന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തിൽ എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയിരിക്കും എന്ന് പോലും ആലോചിച്ചില്ല. ശരി, കുറേ ചോദിക്കാനുണ്ട്. നീ ഇങ്ങടുത്തു വന്നേ. അവളിൽ കാലം കൊഴിഞ്ഞുപോയി. ഒരു പഴയ നാണം പൊട്ടിത്തളിർത്തു. അയാൾ ഉൾപ്പുളകത്തോടെ നോക്കിയിരിക്കെ അവൾ പൂമാലയുമായി അടുത്തു വന്നിരുന്നു. അയാൾ പറഞ്ഞു, ദേ നോക്കൂ, നമുക്ക് 2 ശവകുടീരങ്ങൾ വേണ്ട. നമുക്ക് 2 പേർക്കും ഒന്നിൽ തന്നെ ഉറങ്ങിയാൽ മതിയല്ലേ? 2 പണിതു വെച്ചത് നിങ്ങളുടെ മോനല്ലേ? സാരമില്ല, ഇനിയും നീ അവനെ കുറ്റം പറയരുത്. സമ്മതിച്ചു, എന്നും കുറ്റക്കാരി ഞാൻ തന്നെയാണല്ലോ. എന്നാൽ കുറ്റങ്ങളൊന്നുമില്ലാത്ത അവളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാമായിരുന്നല്ലോ. ആരാണവൾ? അയാൾ ഞെട്ടലോടെ ചോദിച്ചു. നിങ്ങൾക്കല്ലേ അതറിയാവുന്നത്. എനിക്കും അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ എത്ര തവണ അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാണെന്നറിയാമോ? സാധിച്ചില്ല. ഓരോ കാര്യവും കൊണ്ട് തടസ്സപ്പെട്ടു. ജീവിതം മുഴുവൻ ആ ചോദ്യം ചോദിക്കാതെ തന്നെ ഞാൻ കഴിച്ചുകൂട്ടി. അയാൾക്ക് വിശ്വസിക്കാനായില്ല. ജീവിതകാലം മുഴുവൻ ഏതോ ഒരു ചോദ്യം ചോദിക്കാതെ അവൾ അവശേഷിപ്പിച്ചിരിക്കുന്നു. മിടുക്കി. ഇപ്പോഴെങ്കിലും നിനക്കത് ചോദിക്കാമല്ലോ. എന്തോ ചിന്തിച്ചുറപ്പിക്കാനെന്ന പോലെ അവൾ അല്പനേരം നിശബ്ദയായി ഇരുന്നു. പിന്നീട് അയാളുടെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു, നമ്മുടെ ആദ്യ രാത്രി ഓർമ്മയുണ്ടോ? അയാൾ അറിയാതെ പഴയ യുവാവിന്റെ പുഞ്ചിരി ചുണ്ടുകളിലെത്തി. കട്ടിലിന്റെ മൂലയിൽ മുഖം കുനിച്ചിരുന്ന അവളെ പിടിച്ച് അഭിമുഖമായി ഇരുത്തിയ ആ നിമിഷം ഇന്നും മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു. ആലില പോലെ വിറച്ചിരുന്ന ആ കൈത്തലം സ്വന്തം കയ്യിൽ എടുത്തു വെച്ച് തലോടി. പരിഭ്രമം മാറ്റാനായി പിൻവശത്തെ വാതിൽ തുറന്ന് അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വളരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ഇതേ ഇലഞ്ഞിച്ചുവട്ടിലേക്കായിരുന്നു. എല്ലാം ഇന്നലെ നടന്നതുപോലെ ഓർക്കുന്നു. വെളുപ്പാങ്കാലത്ത് നിങ്ങൾ ഉറങ്ങിപ്പോയില്ലേ? പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. തളർന്നുറങ്ങുന്ന ഈ മുഖവും നോക്കി ഞാനങ്ങനെ ഇരുന്നു. അപ്പോൾ ഉറക്കത്തിൽ, സ്നേഹം നിറഞ്ഞ ശബ്ദത്തിൽ നിങ്ങളൊരു പെണ്ണിന്റെ പേര് വിളിച്ചു. ആ പേര് ആരുടേതായിരുന്നു? അവൾ ആരായിരുന്നു?
അതാണ് ഞാൻ ഒരിക്കലും ചോദിക്കാതെ പോയത്. അയാൾ വിദൂരതയിലേക്ക് നോക്കി നിർനിമേഷനായി ഇരുന്നു. ഏതോ നിഗൂഢതയുടെ അന്തഃപുരവാതിൽ ആരോ മുട്ടിത്തുറക്കുവാൻ ശ്രമിക്കുന്നത് പോലെ അയാളുടെ നെഞ്ച് തുടിച്ചു. എനിക്ക് തീരെ ഓർമ്മയില്ല. എന്ത് പേരാണ് ഞാൻ വിളിച്ചത്? ഞാൻ പറയില്ല. ഒരു ജീവിതം മുഴുവൻ എനിക്ക് പേടി സ്വപ്നമായി തീർന്ന ആ പേര് ഞാൻ ഒരിക്കലും പറയില്ല. അയാൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നിലാവിൽ ഘനനീലമായി കണ്ട വൃക്ഷനിരയും നോക്കി ഏറെ നേരം അയാൾ ഇരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് അയാൾ കണ്ടില്ല. ആരെയാണ് ആ ഉറക്കത്തിൽ വിളിച്ചത്? അജ്ഞാതയായ ആ കാമുകി ആരാണ്? അവളെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിപ്പോകാറുള്ളത് കൊണ്ടാണോ അന്നൊക്കെ ഞാനൊരു മറവിക്കാരനായത്? ആകാശവും വൃക്ഷങ്ങളും മൂളിപ്പാട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ദൂരെ എവിടെയോ ഒരു കോഴി കൂവി. അകലെ കുന്നിൻ ചെരുവിൽ അതിന്റെ പ്രതിധ്വനി മുഴങ്ങി. അതീതകാലത്തിൽ നിന്നും വന്നെത്തുന്ന ഏതോ കാമുകിയുടെ തേങ്ങൽ പോലെ കാറ്റടിച്ചു. നിലാവ് വിളറി. ആകാശനീലിമയിൽ ഒരു നഷ്ടസ്വപ്നത്തിന്റെ മ്ലാനത പരന്നു. ആരായിരുന്നു അവൾ? കാലത്തിന്റെ നടപ്പാതകളിൽ എനിക്ക് കണ്ടെത്താൻ കഴിയാതെ പോയ ആ കാമുകി ആരായിരുന്നു? പഴയ കുളക്കടവിലും അമ്പലമുറ്റത്തും അയാൾ തിരഞ്ഞു. സ്കൂളിലേക്കുള്ള ഇടവഴികളിലും കോളേജിലെ ഗ്യാലറികളിലും തിരഞ്ഞു. ഉത്സവപ്പറമ്പിലെ തിരക്കിൽ, ദീപാരാധനയുടെ കർപ്പൂര വെളിച്ചത്തിൽ, കളിയരങ്ങിന്റെ മുന്നിലെ മുഖങ്ങളിൽ എല്ലാം അയാൾ തിരഞ്ഞു നോക്കി. എപ്പോഴോ ഒരു മിന്നലാട്ടം പോലെ ആ മുഖം കണ്ടുവോ? ദൈനംദിന പ്രാരാബ്ദങ്ങളുടെ പരക്കം പാച്ചിലിൽ ഒരു നിമിഷം നിന്ന് ആ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കുവാൻ എനിക്ക് കഴിയാതെ പോയോ? വീണ്ടും കാറ്റ് വീശി. നിലാവിന് വെളിച്ചം കൂടി. ആകാശവും ഭൂമിയും പഴയ പ്രേമഗാനം തുടർന്ന് പാടാൻ ആരംഭിച്ചു. അവൾ ശവകുടീരം വിട്ടെഴുന്നേറ്റു. പൂമാല തലയിൽ ചൂടി. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു തിളക്കം ആ കണ്ണുകളിൽ അയാൾ കണ്ടെത്തി. തിരക്കിനിടയിൽ കാണാൻ മറന്ന തിളക്കം. ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാൻ വിധിക്കപ്പെട്ട ഭാര്യയുടെയും പിന്നീട് മകന്റെ അമ്മയുടെയും ഭാവങ്ങൾ മൂടി ഒളിഞ്ഞുകിടക്കുന്ന കാമുകിയുടെ മുഖം അയാൾ അറിഞ്ഞു. അജ്ഞാതയായ ആ കാമുകി മറ്റാരുമായിരുന്നില്ലല്ലോ. ആദ്യ രാത്രിയുടെ ആലസ്യം നിറഞ്ഞ ഉറക്കത്തിൽ ഉച്ചരിച്ച ആ പേർ ഓർമ്മയിൽ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ നോക്കി. അവൾ തന്റെ ശവകുടീരത്തിന്റെ കല്ലുകൾ ബന്ധപ്പെട്ട് ഇളക്കിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. കനമാർന്ന നെഞ്ചോടെ അയാൾ നോക്കിയിരിക്കവേ അവൾ ഇളക്കിയെടുത്ത കല്ലുകൾ അല്പം അകലെ ഒരിടത്ത് കൂട്ടിയിടാൻ ആരംഭിച്ചു. ജീവിച്ചിരിക്കുന്നവരുടെ പകൽ അകലെ ആകാശച്ചെരുവിൽ ആദ്യത്തെ കൊടിക്കൂറ പാറിച്ചു തുടങ്ങി. അയാൾ എഴുന്നേറ്റു. സ്വന്തം ശവകുടീരത്തിനുള്ളിൽ നീണ്ടു നിവർന്നു കിടന്നു. കൈ രണ്ടും മാറത്ത് ചേർത്ത് കണ്ണടച്ചു കിടന്നപ്പോൾ മനസ്സ് മന്ത്രിച്ചു. പിടിവാശിക്കാരിയാണ്. എങ്കിലും അധികനേരം അങ്ങനെ ദൂരെ കഴിയാൻ അവൾക്കാകില്ല. പാപം, കുറെ കഴിയുമ്പോൾ ആ കല്ലുകളെല്ലാം തട്ടി നിരത്തി ഇവിടെ വന്ന് പറ്റിച്ചേർന്ന് കിടക്കുന്നത് കാണാം.